അടുത്ത question number 18. Let f be the function defined by f of n is equal to remainder when n raised to n is divided by 7. അപ്പോൾ f of n is equal to n raised to n mod 7 ആണ്. n raised to n നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ആണ്. For all positive integers 7. Find the smallest positive integer t for f of n plus t equal to f of n. f of n plus t f of n ആവണം. അതായത് n plus t f of n plus t എന്താ? n plus t raised to n plus t mod 7. f of n is equal to f of n plus t ആവണം. അതായത് we need, നമുക്ക് എന്താണ് വേണ്ടത്? n plus t, അതായത് ഇങ്ങനെ ആവണം. n plus t raised to n plus t congruent to n raised to n mod 7. ഇതിന് രണ്ടിനും ഒരേ റിമൈൻഡർ ആവണം. This is what we need. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ലെറ്റ്സ് സേ n-ന്റെ വാല്യൂ എന്താണെന്ന് അറിയില്ല. ഫോർ ഓൾ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് n ഇത് സാറ്റിസ്ഫൈ ചെയ്യണം എന്നാണ് പറയുന്നത്. ഇഫ് n ഈസ് ഈക്വൽ ടു 7, n 7 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ n 7 ആണെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് f ഓഫ് 7? f ഓഫ് 7 ഈസ് ഈക്വൽ ടു 7 റൈസ് ടു 7 മോഡ് 7 വിച്ച് ഈസ് ഈക്വൽ ടു 0. f ഓഫ് 7 0 ആണ്. അങ്ങനെയാണെങ്കിൽ വി നീഡ്, എന്താണ് നമുക്ക് വേണ്ടത്? f ഓഫ് 7 പ്ലസ് ടി. f ഓഫ് 7 പ്ലസ് ടി എന്താവണം? f ഓഫ് 7 പ്ലസ് ടിയും 0 ആവണ്ടേ? അപ്പോൾ f ഓഫ് 7 പ്ലസ് ടിയും നമുക്ക് 0 ആയിട്ട് വേണം. ദാറ്റ്സ് വാട്ട് വി നീഡ്. f of n is equal to f of n plus t ആണ്. f of n is equal to 0. So f of 7 plus t should be 0, which means that 7 plus t raised to 7 plus t mod 7 0 ആയിരിക്കണം. Which means 7 plus t raised to 7 plus t congruent to 0 mod 7. Congruent to 0 mod 7. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 7 plus t congruent to 0 mod 7 ആവണ്ടേ? അപ്പോൾ 7 plus t congruent to 0 mod 7 ആവണ്ടേ? അപ്പോൾ എന്താവണം? t congruent to 0 mod 7. ടിയും അപ്പം എന്താവണം? congruent to 0 mod 7 ആവണം. t is a multiple of 7. t 7ന്റെ മൾട്ടിപ്പിൾ ആവണം. ഇങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ t 7ന്റെ മൾട്ടിപ്പിൾ ആവണം. n ഈക്വൽ ടു 7 ആണെന്നുണ്ടെങ്കിൽ യു ക്യാൻ പ്രൂവ് ദിസ്. n ഈക്വൽ ടു 7 ആണെങ്കിൽ യു ക്യാൻ പ്രൂവ് ദിസ്. t എന്താവണം? മൾട്ടിപ്പിൾ ഓഫ് 7 ആവണം. അപ്പോൾ t എന്തായാലും മൾട്ടിപ്പിൾ ഓഫ് 7 ആയേ പറ്റൂ. ഇത് ഫോർ എനി ഇൻറ്റിജർ, ഫോർ ഓൾ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് n അല്ലേ? അപ്പോൾ n ഈക്വൽ ടു അഥവാ 7 ആണെന്നുണ്ടെങ്കിൽ t എന്താവണം? മൾട്ടിപ്പിൾ ഓഫ് 7 ആവണം. ഇനി അതുപോലെ ഇനി n 7 അല്ലെങ്കിൽ what if n is not 7? അപ്പോൾ നമുക്ക് n plus t raised to n plus t congruent to n raised to n mod 7 ആണ്. n 7 അല്ല, n multiple of 7 അല്ല. n is not a multiple of 7. n multiple of 7 ആണെങ്കിൽ നേരത്തെ കേസാണ്. അപ്പോൾ this is n plus t raised to n, n plus t raised to t congruent to n raised to n mod 7. Now we have seen that t is a multiple of 7. അപ്പോൾ അങ്ങനെയാണെങ്കിൽ t multiple of 7 ആണെങ്കിൽ n plus t whole raised to n, ഇതിനെ നമുക്ക് n plus t, there is n plus t whole raised to n here. അപ്പോൾ അതിനെ n plus t whole raised to n t ഒരു മൾട്ടിപ്പിൾ ഓഫ് 7 ആണ്. അപ്പോൾ ഇതൊരു മൾട്ടിപ്പിൾ, ഇത് മൊത്തത്തിലൊരു മൾട്ടിപ്പിൾ ഓഫ് 7 ആയില്ലേ? n plus t raised to n, n raised to n. അപ്പോൾ t 7ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് പറഞ്ഞതല്ലേ? അപ്പോൾ ഇത് നമ്മൾ ബൈനോമിയൽ തിയറം വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അതിൽ എല്ലാ ടേംസിലും t ഉണ്ടാവും. t ഇല്ലാത്ത ടേം ഏതായിരിക്കും? n raised to n. അപ്പോൾ അത് മാത്രം n raised to n. ഇവിടെയും ഇതേപോലെ എല്ലാ ടേമിലും t ഉണ്ടാവും, n raised to t. അതിൽ മാത്രമേ t ഉണ്ടാകത്തുള്ളൂ. സോ അത് n raised to n mod 7. അപ്പോൾ ഇനി നമുക്ക് ഇത് രണ്ടും 0 ആവുന്നത് എപ്പോഴാണ്? n 7ന്റെ മൾട്ടിപ്പിൾ ആവുമ്പോഴല്ലേ? n 7ന്റെ മൾട്ടിപ്പിൾ അല്ല എന്ന് പറഞ്ഞല്ലോ. സോ യു ക്യാൻ ക്യാൻസൽ ഔട്ട്. അപ്പോൾ n raised to t congruent to 1 mod 7. n raised to t congruent to 1 mod 7. അപ്പോൾ നമ്മൾ ഫെർമാറ്റ് തിയറം എന്താണ്? a raised to p minus 1 congruent to 1 mod p. mod p ആണ്.
if p is a p ഒരു പ്രൈം നമ്പർ ആണ്, p is a പ്രൈം ആൻഡ് GCD ഓഫ് ഇത് 1 ആണ്. അപ്പം ഇങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ n ഇവിടെ എന്തായാലും GCD ഓഫ് a ആൻഡ് p 1 ആണ്. GCD ഓഫ് a ആൻഡ് p 1 ആവണം. അതിപ്പോൾ എന്തായാലും 1 ആണ്, ബിക്കോസ് n is not a multiple of 7. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ a raised to p minus 1 congruent to p. ഇപ്പോൾ we are taking p equal to 7, so 7 minus 1 1 mod 7. a raised to 6 congruent to 1 mod 7. So t is a, we are taking n here, t is a multiple of 6. t multiple of 6 ആണ്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കിട്ടി t multiple of 6 ആണ്. So we have two condition, t is a multiple of 7, t is a multiple of 6. The smallest value of t satisfying both these conditions are 42. 42 is the answer.